നമസ്കാരം. ആസ്ട്ര യൂണിവേഴ്സിൻ്റെ പുതിയൊരധ്യായത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മൾ ഇന്നിവിടെ നോക്കുന്നത് ഒരു ശത്രുനാശ മന്ത്രമാണ്. നമ്മുടെ ശത്രുക്കൾ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ തൊഴിൽ, അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിൽ പല വിധത്തിലുള്ള തടസ്സങ്ങളും അതുപോലെ തന്നെ പല പിണക്കങ്ങൾക്കൊക്കെ കാരണമാവും. ശത്രുക്കൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത് ഒന്നുകിൽ നമ്മളോടുള്ള അസൂയ കൊണ്ടോ അല്ലെങ്കിൽ മറ്റൊരു സമയത്ത് നമ്മൾ നല്ല രീതിയിൽ പോയ വ്യക്തികൾ തന്നെ, അല്ലെങ്കിൽ നമ്മുടെ കൂടെ നിന്ന ആളുകൾ തന്നെ നമ്മുടെ ശത്രുവായിട്ട് വരുന്നൊരവസ്ഥയുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ജപിക്കാൻ സാധിക്കുന്ന അത്യാവശ്യം ശക്തിയുള്ളതും അതുപോലെ തന്നെ അധിക വലിയ വ്രതത്തിൻ്റെ ചിട്ടകളില്ലാത്ത ഒരു ഉഗ്രമായിട്ടുള്ള ഒരു മന്ത്രത്തെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. മഹാദേവൻ്റെ ശത്രു സംഹാര ഭാവത്തെ ഉണർത്തുന്ന ഒരു മന്ത്രമാണിത്. 4-ാം വേദപ്രകാരമുള്ള മന്ത്രമാണ് എന്ന് കരുതി നമുക്ക് ഈ മന്ത്രം ജപിക്കുന്നതുകൊണ്ട് ദോഷങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. അഥർവ വേദത്തിലുള്ള ഒരു മന്ത്രമാണെന്ന് മാത്രം. അപ്പോൾ നമ്മുടെ വിഘ്നങ്ങൾ മാറ്റുവാനും അതുപോലെ ശത്രുക്കൾ നമുക്കുണ്ടാക്കുന്ന തടസ്സങ്ങൾ അവയെ മാറ്റുവാനും അതുപോലെ തന്നെ അവരുടെ ശത്രുതാ മനോഭാവം കുറച്ച് നമ്മളോട് അവരുടെ ആ ശത്രുത വെടിഞ്ഞ് മറ്റൊരു സ്നേഹം, അല്ലെങ്കിൽ അവർ നമ്മളെ നമ്മുടെ വഴിയിൽ നിന്ന് മാറി പോകുന്ന ഒരു അവസ്ഥ ഈ ഒരു മന്ത്രജപത്തിൻ്റെ ഫലമായിട്ട് വരുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു മന്ത്രത്തിലേക്ക് കടക്കാം. അതിന് മുന്നായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ ജീവിത പ്രശ്നങ്ങളെ പറ്റിയിട്ട് ജ്യോതിഷപരമായിട്ടുള്ള പരിഹാരങ്ങൾക്കായിട്ട് നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. തൊഴിൽ, അതുപോലെ തന്നെ സാമ്പത്തികം, നമ്മുടെ ബന്ധങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇവയൊക്കെ നമുക്ക് പരിശോധിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ജനനസമയം അങ്ങനെയുള്ള വിവരങ്ങൾ കിട്ടാത്ത ആളുകൾക്ക് അവരുടെ കൈരേഖ വെച്ചും നമുക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു മന്ത്രത്തിലേക്ക് പോകാം. ഈ ഒരു മന്ത്രം നമ്മൾ ജപിക്കേണ്ട സമയം പുലർച്ചെ സമയമാണ്, അല്ലെങ്കിൽ വൈകുന്നേരം ഒരു 7 മണിക്ക് ശേഷമുള്ള സമയത്ത് നമുക്ക് ജപിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ഉറങ്ങുന്ന നേരത്തും നമുക്ക് ജപിക്കാൻ സാധിക്കുന്ന ഒരു മന്ത്രം കൂടിയാണിത്. ഈ ഒരു മന്ത്രത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ മദ്യം കഴിച്ചുകൊണ്ട് മാത്രം ഈ ഒരു മന്ത്രം നമ്മൾ ജപിക്കാൻ പാടില്ല. ആ ഒരു ദിവസം നമ്മൾ മദ്യം കഴിക്കാൻ പാടില്ല എന്നുള്ളൊരു പ്രത്യേകത, ഒരു നിഷ്കർഷ ഈ ഒരു മന്ത്രത്തിനുണ്ട്. അപ്പോൾ നമുക്ക് ആ മന്ത്രം ഒന്ന് നോക്കാം. ആദ്യം തന്നെ ഈ ഒരു മന്ത്രത്തിൻ്റെ ഋഷി ഛന്ദസ് പറയുകയാണ്. ആദ്യം നമ്മൾ തലയിൽ സ്പർശിച്ചുകൊണ്ട് അസ്യ ശ്രീ ശത്രു വിനാശ മന്ത്രസ്യ എന്ന് പറഞ്ഞ് സദാശിവ ഋഷി, അതുപോലെ തന്നെ നമ്മുടെ മേൽചുണ്ടിൽ സ്പർശിച്ചുകൊണ്ട് അനുഷ്ടുപ് ഛന്ദഃ ശത്രു സംഹാരമൂർത്തി ദേവത എന്ന് നമ്മൾ ഹൃദയത്തിൽ സ്പർശിച്ചുകൊണ്ട് പറയുക. ശേഷം മമ ശത്രു വിനാശാർത്ഥേ ജപേ വിനിയോഗ എന്ന് നമ്മൾ കൈകൾ കൂപ്പി പ്രാർത്ഥിച്ചുകൊണ്ട് പറയുക. അതായത് നമ്മളിത് ഈ ഒരു മന്ത്രം ജപിക്കുന്നത് നമ്മുടെ ശത്രുദോഷം അല്ലെങ്കിൽ ശത്രുക്കളുടെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷിക്കണം എന്നാണ് അർത്ഥമാക്കുന്നത്. അതിനുശേഷം നമ്മൾ ആദ്യം തന്നെ ആ മന്ത്രത്തിൻ്റെ ദേവതയെ നമ്മൾ എങ്ങനെയാണ് ധ്യാനിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ഒരു പുരികത്തിൻ്റെ മധ്യഭാഗത്തായിട്ട്, അതായത് നമ്മുടെ ആജ്ഞാചക്രത്തിൻ്റെ ഭാഗത്തായിട്ട് മഹാദേവനെ നമ്മൾ ധ്യാനിക്കുക. തലയിൽ ചന്ദ്രക്കല ചൂടിയവനും 3 കണ്ണുകളുള്ള പ്രപഞ്ചത്തിൻ്റെ നാശകാലത്ത് അതീവ ശക്തമായിട്ടുള്ള രൂപം കൈക്കൊള്ളുന്നവനുമായിട്ടുള്ള ശിവഭഗവാനെ മനസ്സിൽ കാണുക. കൈകളിൽ ശൂലം, വാള്, പാശം, കപാലം എന്നിവ ധരിച്ച് ഭക്തരെ കാത്തു രക്ഷിക്കുന്ന ഒരു ഉഗ്ര ശക്തിയുള്ള ഭൂതഗണങ്ങളോട് കൂടിയ ശത്രു വിനാശനം ചെയ്യുന്ന ഭഗവാന്റെ രൂപം മനസ്സിൽ അല്ലെങ്കിൽ ആജ്ഞാചക്രത്തിൽ നമ്മൾ ധ്യാനിക്കുക. അതിനുശേഷം നമ്മൾ ഓം ശത്രുവിനാശായ മമ എന്നുള്ള മന്ത്രം 108 തവണയാണ് ജപിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു മന്ത്രം നമ്മൾ 108 തവണ നമുക്ക് ജപിക്കാവുന്നതാണ്. അപ്പോൾ വലിയ കഠിന വ്രതങ്ങളുടെ ഒന്നും ആവശ്യമില്ല. ഇനി ഈ ഒരു മന്ത്രത്തിൻ്റെ ഒരു 2 പ്രയോഗങ്ങൾ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ജീവിതത്തിൽ ശത്രുക്കൾ മൂലം തടസ്സങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് ശുദ്ധമായിട്ടുള്ള വെള്ളം എടുത്തതിന് ശേഷം അതിൽ നമ്മുടെ മോതിര വിരൽ സ്പർശിച്ചുകൊണ്ട് 21 തവണ ഈ ഒരു മന്ത്രം നമ്മൾ ഉരുവിട്ട ശേഷം
ആ ജലം നമ്മൾ കുടിക്കുക. അപ്പോൾ നമ്മുടെ ശത്രുക്കൾ മൂലം ഉണ്ടാക്കുന്ന നമ്മുടെ തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മളുടെ ജീവിതത്തിൽ ആദ്യകാലങ്ങളിൽ സൗഹൃദമോ അല്ലെങ്കിൽ നമ്മുടെ സ്നേഹിതനൊക്കെ ആയിരുന്ന വ്യക്തി പിന്നീട് ചില കാരണങ്ങളാൽ ശത്രുവായി വരുന്ന സമയത്ത് ആ ശത്രുവിനെ നമ്മൾ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നമ്മൾ ഉറങ്ങുന്ന സമയത്ത് 11 അല്ലെങ്കിൽ 21 തവണ ഈ ഒരു മന്ത്രം നമ്മൾ ജപിക്കുകയാണെങ്കിൽ ആ ഒരു വ്യക്തിയുടെ സ്വഭാവത്തിൽ മാറ്റം വരുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു മന്ത്രത്തിൻ്റെ നിത്യമായിട്ടുള്ള ജപം നമ്മുടെ എല്ലാ ശത്രുക്കളെയും മനസ്സ് അല്ലെങ്കിൽ ആ ഒരു ശത്രു നമുക്കെതിരെ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളെയും തടസ്സപ്പെടുത്തുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ വഴിയിൽ നിന്നും ആ ശത്രുക്കളെ ഭഗവാൻ മാറ്റുന്നതായിരിക്കും. അപ്പോൾ ഏവർക്കും ഇന്നത്തെ ഈ ഒരു മന്ത്രം മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നന്ദി.